എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ മുട്ട റോസ്റ്റും ആയിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അത് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മോളെ സാരി ഉടുപ്പിക്കണമായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും കൂടെ ഇന്നൊരു നിശ്ചയമുണ്ട്, മോതിരം മാറ്റാണ്. അതിന് പോകണം. മോൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നിശ്ചയമാണ്. അത് വൈക്കത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ അടുത്താണ്, SM കോളേജിനടുത്താണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വൈക്കത്തേക്ക് പോകാനായിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വണ്ടിയുണ്ട്. അപ്പോൾ പെണ്ണിൻ്റെ വീട് വൈക്കത്താണ്, വൈക്കത്ത് അമ്പലത്തിനടുത്താണ്. അപ്പോൾ അവരുടെ രണ്ടുപേരും കൂടെ ഇറങ്ങിയാണ്. അപ്പോൾ എനിക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് മോൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് അവരങ്ങോട്ട് പോയത് ട്രാവലറിലായിരുന്നു. അപ്പോൾ നമ്മുടെ വൈക്കത്ത് തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് പോയത്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളാണിതൊക്കെ. അങ്ങനെ അവരവിടെ വൈക്കത്ത് ചെന്നു. പെണ്ണിൻ്റെ വീട്ടിലാണിത്. അപ്പോൾ മോളുടെ പേര് പ്രവീണ എന്നാണ്, മോൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അമൽ എന്നാണ്. അപ്പോൾ അമലും പ്രവീണയും. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ മോതിരം മാറ്റമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ എൻജിനീയറിങ്ങിന് പഠിച്ച ഫ്രണ്ട്സ് എല്ലാവരുമാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ പിന്നെ ആ ട്രാവലറിൽ തന്നെ തിരിച്ച് ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ 2 വീലറിൽ തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോൾ മോൾക്ക് ഇവിടെ ഒരു ഫോൺ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പിന്നെ അതൊന്ന് ഓപ്പൺ ആക്കി നോക്കിയണേ. അപ്പോൾ കൂടെ ഒരു കുട്ടിയെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, ഓപ്പൺ ബോക്സ് ഡെലിവറി ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന ആൾ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഓപ്പൺ ആക്കി അതെല്ലാം അവർ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമുക്കത് നമ്മുടെ കയ്യിലേക്ക് തന്ന് സിം ഇട്ടതിന് ശേഷം നിങ്ങളെ ഫോണൊന്ന് കാണിച്ചു തരാം. അപ്പോൾ മോൻ വന്നതിന് ശേഷം അത് നടക്കുകയുള്ളൂ. ഞങ്ങൾ സിം ഇടാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ട് വന്നു. അപ്പോൾ ഇതാണ് ഫോൺ, നത്തിങ് ഫോണാണ്. നല്ല സൂപ്പർ ഫോണാണ്. ക്യാമറയൊക്കെ നല്ല അടിപൊളി ക്യാമറയായിരുന്നു. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോയും കൂടെ ഇതിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം അത്രയും വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ റെഡിയാകുകയാണ്. വേറൊന്നുമല്ല, അച്ഛൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛന് മുട്ടുവേദനയായിട്ടിരിക്കുകയാണ്. അപ്പോൾ മുട്ടുവേദന ആയതുകൊണ്ട് ഡോക്ടറെ കാണിക്കണം. 2 പ്രാവശ്യം ഡോക്ടറെ വന്ന് കണ്ട് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വേദനയ്ക്ക് കുറവില്ലാത്തതുകൊണ്ട് ഇന്ന് ചിലപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞേക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും കൂടെ പോകാൻ റെഡിയാകുന്നത്. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പം രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. അപ്പോൾ കുടയും കൂടെ എടുത്തേക്ക്, അതേ തിരിച്ചു വരുമ്പോൾ നല്ല തലവേദനയും കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യാണ്. മോള് അകത്തേക്ക് കുട എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റോപ്പാണ്. അവിടെ ഓട്ടോ 2 ഓട്ടോ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഓട്ടോ കിട്ടുമെങ്കിൽ കവല വരെ ഓട്ടോയ്ക്ക് പോയിട്ട് പിന്നെ ബസ്സിന് പോകാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഓട്ടോ ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഗേറ്റിന് വെളിയിലേക്കൊന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഓട്ടോ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് നടന്നിട്ട് പിന്നെ ബസ്സിനാണ് ഹോസ്പിറ്റലിലെത്തി. അച്ഛനെ കണ്ട് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാനായിട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യാഷൊക്കെ അടച്ചിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണേ. അപ്പോൾ പിന്നെ നമ്മൾ എക്സ്റേ എടുക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സ്റേ എടുത്ത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു. അപ്പോൾ മുട്ടിന് വെള്ളം കെട്ടി കിടക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന അച്ഛനെ. അപ്പോൾ കുറച്ച് കാലിന് റെസ്റ്റൊക്കെ എടുക്കണം. അപ്പോൾ അച്ഛനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കറി വയ്ക്കാനായിട്ട് അയില മീൻ കിട്ടിയിട്ട് അത് മുളകിൽ പൊള്ളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടണം. അപ്പോൾ അത് മുളക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തലഭാഗം ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ഞങ്ങളിത് ഊണ് കഴിക്കാനായിട്ട് ഒക്കെ എടുത്ത് വെച്ചു. ചോറും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും അയില മുളകിട്ടതും പിന്നെ മുട്ട ഉണ്ടായിരുന്നു, മുട്ടയും കൂടെ എടുത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഊണ് കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുറച്ച് ബജി മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബജി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ
അതുമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ മസാല പുരട്ടി വെച്ചിരുന്ന മീനും ഒക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു വൈകിട്ടത്തൊക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.